നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും ശേഷം എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം നിസ്തുലനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. തുലനം ചെയ്യാനാവാത്തത്, താരതമ്യം ചെയ്യാനാവാത്തത് എന്നൊക്കെയാണ് നിസ്തുലന എന്ന വാക്കിന്റെ അർത്ഥം. മറ്റാരുമായി താരതമ്യം ചെയ്യാനാവാത്ത പല ഗുണവിശേഷങ്ങൾ യേശുക്രിസ്തുവിനുണ്ട്. യേശുക്രിസ്തു ജനനത്തിൽ നിസ്തുലനാവും. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പല പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. മീകാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യേശു ജനിക്കാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് മീകാ പ്രവചനം പ്രവചിച്ചു. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ യേശു ഒരു കന്യകയുടെ മകനായി ജനിക്കുമെന്ന് യെശയ്യാ പ്രവചനം പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനം പോലെ തന്നെ യേശു ക്രിസ്തു മറിയ എന്ന കന്യകയുടെ മകനായി ബെത്ലഹേമിൽ ജനിക്കാനിടയായിട്ട് ഇങ്ങനെ കന്യകയുടെ മകനായി ജനിച്ച മറ്റാരും തന്നെ ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ജനനത്തിൽ നിസ്തുലനാവുന്നു. യേശു ക്രിസ്തു ജീവിതത്തിൽ നിസ്തുലനാവുന്നു. യേശുക്രിസ്തു ജീവിതത്തിൽ നിസ്തുലനാവുന്നു. എല്ലാവരും പാപം ചെയ്തു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായം 12 കാണുന്നത്. എന്നാൽ യേശുവിന് പാപമില്ലായിരുന്നു. യേശു നീതിമാനായിരുന്നു. പഴയ നിയമ പ്രവചകന്മാരും പുതിയ നിയമ എഴുത്തുകാരും യേശുവിനെ ഒറ്റുകൊടുത്ത യൂദായും ശിക്ഷ വിധിച്ച പീലാത്തോസും ഇത് ശരിവെക്കുന്നു. ഇങ്ങനെ പാപമില്ലാതെ ലോക ജീവിതം മുമ്പോട്ട് നയിച്ച ആരും തന്നെ ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ജീവിതത്തിലും നിസ്തുലനാവുന്നു. യേശുക്രിസ്തു മരണത്തിലും നിസ്തുലനാവുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് കഷ്ടത അനുഭവിച്ച് നമുക്ക് വേണ്ടി മരിച്ച ആരും തന്നെ ലോകത്തിലില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പാപക്ഷമ പ്രാപിക്കുന്നു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ആ ത്യാഗം സഹിച്ച് ആരും തന്നെ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മരണത്തിനും നിസ്തുലനാവും. മരണശേഷം ഉയർത്തെഴുന്നേറ്റ പലരുടെയും ചരിത്രം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ അവരൊക്കെ പിന്നീട് മരിച്ച് മൺമറയുകയാണ് ചെയ്തത്. എന്നാൽ യേശുക്രിസ്തു നമുക്കായി ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്തു. അതിനാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിൽ നിസ്തുലൻ. ഇങ്ങനെ ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നിസ്തുലനായ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ അവസരം കിട്ടിയ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തു വാഗ്ദത്തങ്ങൾ വിശ്വസിനാണെന്ന് നാം അന്നറിയും. ഇങ്ങനെ യേശുക്രിസ്തു തന്നെ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ